Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, all. Good afternoon, ma'am. Good afternoon. Okay, once again, good afternoon to all. ഞാൻ ഇത് മീറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്ക് ഓഡിയോ വീഡിയോ ഓണാവുന്നില്ല, കുറെ സമയം അത് നോക്കുമായിരുന്നു. ഓക്കെ, സോ പ്ലീസ് ഹു ഇസ് ഗോയിങ് ടു ഡു പ്രയർ? ഞാനാ മിസ്സേ. പ്രാർത്ഥനതൻ പാതയിൽ പൂക്കളായി വിരിയേണം പൂവേ നിന്റെ വീതികൾ പുണ്യവീതികളാവണം. പുണ്യവീതിയിലൂടെ നാം യാത്രയൊന്നു ചെയ്യണം. യാത്ര ചെയ്യും വേളയിൽ ഈശ്വരനെ ഓർക്കണം. ഈശ്വരനാണെൻ ബലം, ഈശ്വരനാണെന്തനം, ഈശ്വരനാണെൻ ബലം, ഈശ്വരനാണെന്തനം. പ്രാർത്ഥന തൻ പാതയിൽ പൂക്കളായി വിരിയേണം പൂവേ നിന്റെ വീതികൾ പുണ്യവീതികളാവണം. പുണ്യവീതികളാവണം. താങ്ക് യു മിസ്. Sign in പറയട്ടെ മാം. Good afternoon everyone. My name is Sajana Ando and a warm welcome to our live class today. It's wonderful to see you all joining in, ready to learn and engage with this session. I'm excited to dive into today's topic, health education by Jisha ma'am, and explore it together. Please feel free to ask questions. Throughout the class, active participation is key to a productive learning experience. Let's make the most of this time and let's get started. And I am welcome to Sunida to say thought. Good afternoon, ma'am. Thought of the day. All of us do not have equal talent, but all of us have an equal opportunity to develop our talents. നമുക്കെല്ലാവർക്കും തുല്യ കഴിവുകളില്ല, പക്ഷേ നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കുവാൻ നമുക്കെല്ലാവർക്കും തുല്യ അവസരമുണ്ട്. APJ അബ്ദുൽ കലാം. Thank you, ma'am. Thank you, Sunida. And I am welcome to action song Unni Mary. Good morning. Good afternoon, ma'am. Roly poly, up, up. Roly poly, down, down, down. Roly poly, turn it round. Roly poly, touch the ground. Roly poly. എനിക്ക് മാത്രമാണോ സ്റ്റക്ക് ആയത്? അല്ല മാഡം. കോള് വന്നതാണ്. Let's do it. Thank you, ma'am. ഓക്കെ, നൈസ്. പക്ഷെ പകുതി ഞങ്ങൾ കണ്ടില്ല, മീൻസ് സ്റ്റക്ക് ആയി പോയായിരുന്നു. വീഡിയോ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, തുടക്കമൊക്കെ നല്ല എനർജി ആയിരുന്നു. വെരി ഗുഡ്. സോ എവിടെയായിരുന്നു നമ്മള്? The roles of school in health education. വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതൊക്കെ നമ്മൾ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇനി അടുത്തത് Personal hygiene. ഹൈജീൻ കൂടെ എടുക്കാനുള്ളത്.
ഇവിടെ ഈ ഒരു ടോപ്പിക് അല്ലേ, വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബുക്സ് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞു എന്നാണ് പറഞ്ഞേ? ഇല്ല, ബുക്സ് മാത്രമേ പറഞ്ഞുള്ളൂ മാഡം. അത് കംപ്ലീറ്റ് ആയതാണ്. ഇനി പേഴ്സണൽ വാക്സിൻ ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഞാൻ പറയാൻ വന്നത് ഇവിടെ നിങ്ങൾക്കൊരു അസൈൻമെന്റ് ഉണ്ട്. വൺ സിമ്പിൾ അസൈൻമെന്റ് ഞാൻ പറഞ്ഞിരുന്നോ? ഇല്ല മാം. അതായത് ഇവിടെ പറയുന്നുണ്ട് വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ബുക്സ്. അപ്പൊ നിങ്ങളുടെ അസൈൻമെന്റിലെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അബൌട്ട് ഹെൽത്ത് ഇതിനെ കുറിച്ചുള്ള അവയർനെസ് തരുന്ന ബുക്സിന്റെ പേര് കണ്ടുപിടിക്കുക. നമ്മുടെ മലയാളത്തിലുണ്ട് ആരോഗ്യം എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ, ആരോഗ്യ മാസിക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. അത് പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഹെൽത്ത് അവയർനെസ് കൊടുക്കുന്ന ഫിലിംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പേര് കണ്ടുപിടിക്കുക, അത് എന്ത് ലാംഗ്വേജ് ആണെങ്കിലും. പിന്നെ റേഡിയോ പ്രോഗ്രാംസ് മിനിമം ഒരു 4 എണ്ണമൊക്കെ കിട്ടുമെന്ന് നോക്കുക, അല്ലെങ്കിൽ കിട്ടുന്ന പോലെ. റേഡിയോ പ്രോഗ്രാംസ്, റേഡിയോയില് ഹെൽത്ത് റിലേറ്റഡ് പ്രോഗ്രാംസ് ഒക്കെ വരാറുണ്ടല്ലോ, അത് നിങ്ങൾക്ക് റേഡിയോ അല്ലെങ്കിൽ ടി വിയിലെ പ്രോഗ്രാംസും കൂടെ ആഡ് ചെയ്യാം. റേഡിയോ ഓർ ടി വി പ്രോഗ്രാംസ്. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, അതിന്റെ ആ ഒരു പ്രോഗ്രാമിന്റെ പേര്, മൂവിയുടെ പേര്, ബുക്കിന്റെ പേര്. മാം, മറ്റേ എത്നിക് ഹെൽത്ത് എന്നും പറഞ്ഞിട്ട് ഉണ്ടാവില്ലേ പ്രോഗ്രാം? യെസ്, ശരിയാ. അങ്ങനെയുള്ള അതൊക്കെ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതാണ് അസൈൻമെന്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള അസൈൻമെന്റ് ആണ്. നമുക്ക് വലിയ ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. ജസ്റ്റ് അതിന്റെ നെയിം, ടൈറ്റിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. അസൈൻമെന്റ് ബുക്ക് തന്നെയാണോ മാം തയ്യാറാക്കണ്ടേ? അതെ, അസൈൻമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണമല്ലോ, അപ്പൊ അതിൽ തന്നെ എഴുതി സബ്മിറ്റ് ചെയ്താൽ. നെയിമുകൾ മാത്രം താഴെ താഴെ എഴുതി മാത്രം മതി. അപ്പൊ ഫസ്റ്റ് കാറ്റഗറി ഏതാണ്? ബുക്ക് ആണെങ്കിൽ ആ ബുക്കിന്റെ പേര്. നെക്സ്റ്റ് കാറ്റഗറി ഫിലിം മൂവീസ് ആണെങ്കിൽ അതിന്റെ പേര്. നെക്സ്റ്റ് കാറ്റഗറി റേഡിയോ പ്രോഗ്രാം ആണെങ്കിൽ അതിന്റെ പേര്. നെക്സ്റ്റ് കാറ്റഗറി വീഡിയോ ടി വി പ്രോഗ്രാംസ് ആണെങ്കിൽ അതിന്റെ പേരുകൾ. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ആയിട്ട് പറയാമോ? ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ എന്തായാലും ക്ലാസ് റൂമിൽ ഇടും. ഓക്കെ, ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. മാം, ഇതില് 4 ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഇംപ്രൂവിംഗ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഏജൻസീസ്. അതില് ചാർട്ട്സ് ആൻഡ് പോസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ ചാർട്ട്, അതൊക്കെ ചെയ്യണോ? അതൊന്നും ചെയ്യണ്ട. അത് നിങ്ങൾ പിന്നെ ചാർട്ട് വരയ്ക്കണം, അങ്ങനെ കാര്യങ്ങളുണ്ടല്ലോ. ഇത് സിമ്പിൾ ആയിട്ടൊരു അസൈൻമെന്റ് പറഞ്ഞതേ ഉള്ളൂ. ഫസ്റ്റ് 1 ബുക്സും, പിന്നെ 4th 1 ഫിലിം, റേഡിയോ പ്രോഗ്രാംസ്, പിന്നെ അഡീഷണലി പറഞ്ഞതാണ് ടി വി പ്രോഗ്രാം എന്നുള്ളത്. ചാർട്ട് ആൻഡ് പോസ്റ്റേഴ്സ് നമുക്ക് ഇതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ കാണാം, ചില പബ്ലിക് പ്ലേസസിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ചാർട്ടുകൾ തന്നെ പല അസുഖങ്ങൾ, ചില പാൻഡമിക് ഒക്കെ വരുമ്പോൾ കൂടുതലായിട്ട് പല പൊതുസ്ഥലങ്ങളിൽ കാണാറുണ്ട്. അതൊന്നും പ്രിപ്പയർ ചെയ്യാനല്ല പറഞ്ഞത്, ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. ബുക്സ്, മൂവീസ്, റേഡിയോ പ്രോഗ്രാംസ്, വീഡിയോ പ്രോഗ്രാംസ്. ഫൈൻഡ് ഔട്ട് ദ ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. Find out the name of various agency which come under the categories for giving awareness of health and health education. Below are the categories: books, movies, radio program, TV programs. ഞാൻ ഇട്ടേക്കാം ക്ലാസ് റൂമിൽ. ഇതുവരെയും എത്ര അസൈൻമെന്റ് നിങ്ങൾ ചെയ്തു? എല്ലാ ടീച്ചർമാരുടെയും കൂടെ ഞാൻ ചേർത്ത് ചോദിക്കുന്നേ. കൂടുതൽ വല്ല ആയോ? 2 ആയിട്ടുള്ളൂ. അല്ല, വർക്ക് ലോഡ് ആവണോ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 1. അപ്പൊ നമുക്ക് വേരിയസ് ഏജൻസീസ് ഉണ്ട്. ഇപ്പൊ പല നമ്മളുടെ ഫിംഗർ ടിപ്സിലുണ്ടല്ലേ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈവൻ ചില യൂട്യൂബ് ചാനൽസിൽ ചില ഡോക്ടേഴ്സ്, വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ചില ഡോക്ടേഴ്സിന്റെ ചില വീഡിയോസ് നമുക്ക് കാണാനായിട്ട് പറ്റും. വേണമെങ്കിൽ ടി വി പ്രോഗ്രാംസ് ഓർ വീഡിയോ പ്രോഗ്രാംസ് നോക്കിയിട്ട് അങ്ങനെയും സെലക്ട് ചെയ്യാം കേട്ടോ. ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, നെക്സ്റ്റ് പേഴ്സണൽ ഹൈജീൻ. അപ്പൊ അറിയാം നമ്മളുടെ വ്യക്തി ശുചിത്വം, അതിന്റെ ഇമ്പോർട്ടൻസ് അറിയാം. അത് കുട്ടികളിൽ ആദ്യമേ തന്നെ ശീലിപ്പിക്കണം അല്ലെ. കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ചില ലൈഫ് സ്കിൽസ് ഉണ്ട്.
അവരുടെ ചില ലൈഫ് സ്കില്ലുകളുണ്ട്. ടോയ്ലറ്റ് ട്രെയിനിങ്, ടോയ്ലറ്റ് എങ്ങനെ യൂസ് ചെയ്യണം. നമ്മൾ ഈവൻ കുട്ടികളാണെങ്കിലും എല്ലാവരും ആണെങ്കിലും ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേറൊരാൾ കയറുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ടോയ്ലറ്റ് ഇട്ടിട്ട് പോകരുത്, നല്ല ക്ലീൻ ആക്കിയിട്ട് തന്നെ പോകണം. ആ രീതിയിലൊക്കെ ഉള്ള ലൈഫ് സ്കിൽസ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ അവരൊരു വേറൊരു വീട്ടിൽ പോകുമ്പോൾ അവർ വളരെ നീറ്റ് ആയിട്ട് ആ ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ ഇറങ്ങും. ഓക്കെ, നെക്സ്റ്റ് പേഴ്സണൽ ഹൈജീൻ. വി ഹാവ് മെനി ഡിസ്ക്രിപ്ഷൻസ് ഫോർ ദാറ്റ്. നമ്മൾക്കറിയാം പലപ്പോഴും അസുഖങ്ങൾ നമ്മളെ അറ്റാക്ക് ചെയ്യാറുണ്ടല്ലേ. സംടൈംസ് അസുഖങ്ങൾ അറ്റാക്ക് ചെയ്യാറുണ്ട്. നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവർക്കും ഇമ്മ്യൂണിറ്റി വളരെ ലോ ആയിരിക്കും. പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ലോ ആയിരിക്കും. അപ്പൊ അവർക്കൊക്കെ അസുഖങ്ങൾ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് ഡൊമസ്റ്റിക് ഹൈജീൻ. അവരുടെ ഹൈജീൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, ഡൊമസ്റ്റിക് ഹൈജീൻ നമ്മുടെ വീടും പരിസരങ്ങളും വൃത്തിയാക്കുകയും ചെയ്യും. പിന്നെ ചില അമ്മമാര്, മക്കളെ ഫീഡ് ചെയ്യുന്ന അമ്മമാര് ജോലിക്ക് പോകുന്നവരുണ്ടായിരിക്കും. അപ്പൊ അവര് ഇതുപോലെ ജോലി കഴിഞ്ഞ് വരുമ്പോ പാല് കൊടുക്കേണ്ടത് വരുമ്പോ അവര് ക്ലീൻ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇത് ഫീഡ് ചെയ്യാറല്ലേ. കാരണം വെച്ചാൽ പുറത്തുനിന്ന് വരുമ്പോ പല അസുഖങ്ങളുടെയും കാരിയർ ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ വരുന്നത്. നമ്മളുടെ ഇമ്മ്യൂണിറ്റി കാരണം ഒരു പക്ഷേ നമുക്കൊന്നും പറ്റില്ലായിരിക്കും, ബട്ട് അത് നമ്മളിൽ നിന്നും വേറൊരാളിലേക്ക് സ്പ്രെഡ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അത് കുട്ടികളൊക്കെ ആകുമ്പോൾ ഇമ്മ്യൂണിറ്റി പവർ കുറവാണ്. അവര് വലുതായി വരുമ്പോഴാണ് അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കിട്ടുന്നത്. ഓക്കെ, ഈ 2 പാരഗ്രാഫ്സ് ആരാ വായിക്കും? ഞാൻ വായിക്കാം ടീച്ചർ. നിങ്ങൾ തമ്മിലൊന്ന് ഡിസൈഡ് ചെയ്തോട്ട് എനിക്ക് സമയം. ഞാൻ വായിക്കാം. The human body can provide places for disease, causing germs and practices to grow and reproduce. These places include the skin and in and around the opening of the body. It is less likely that germs and practices will get inside the body if people have good personal hygiene habits. അടുത്ത സെന്റൻസ് വായിക്കണം സർ. പാരഗ്രാഫ് അല്ലേ? പാരഗ്രാഫ്. വായിച്ചു. Personal hygiene may be described as the principle of maintaining neatness and grooming of the external body. Personal hygiene is, as it says, personal. Everybody has their own habits and standards that they have been taught or they learn from others. It is basically the promotion and continuance of good health. So, for proper and organized working of the body, it is necessary to have good personal hygiene, proper health education. We have to develop good hygiene habits in children. ഓക്കെ, സോ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസീസിന്റെ ഒരു കേന്ദ്രം എന്ന് തന്നെ പറയാം. പല രീതിയിലുള്ള ജേംസ്, അതുപോലെ തന്നെ പാരസൈറ്റ്സ് എന്താ? അവരൊരു ഹോസ്റ്റ് ബോഡിയിൽ കയറിയിട്ട് ആ ബോഡിയിലേക്ക് വരുന്ന എല്ലാ ന്യൂട്രിയൻസും വലിച്ചെടുക്കും. ഈ ചില പുഴു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില സാധനങ്ങളില്ലേ, കാരണം ഇത്തിൽക്കണ്ണി എന്നൊക്കെ നമ്മൾ പറയില്ലേ, മരത്തില് കയറുന്നേ, അതുപോലുള്ളത്. അവരെന്താ ചെയ്യുന്ന, ഒരു ഹോസ്റ്റ് ബോഡിയിൽ കയറും, എന്നിട്ട് ആ ബോഡിയിലേക്ക് വരുന്ന എല്ലാ ന്യൂട്രിയൻസും അവര് എടുക്കും. അപ്പൊ ആ ബോഡി ആരുടെയാണോ അയാള് ക്ഷീണിച്ചു വരും. ഭക്ഷണം കഴിക്കുന്നതൊന്നും ശരീരത്തിൽ പിടിക്കാത്ത ഒരവസ്ഥ, അസുഖങ്ങളും. എന്നിട്ട് അങ്ങനെ ആ ബോഡിയിൽ ഇങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യും, വളരും, പെറ്റുവരുകയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അത് സ്കിന്നിലാകാം, അതുപോലെ തന്നെ ബോഡിയുടെ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളിലെല്ലാം. നല്ല പേഴ്സണൽ ഹൈജീൻ ഹാബിറ്റ്സ് ഇല്ലെങ്കിൽ, അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ നല്ലപോലെ വൃത്തിയായി കഴുകാതിരുന്നു കഴിഞ്ഞാൽ കയ്യിൽ നിറയെ ജേംസ് ഉണ്ടാവും. അത് മുഴുവനും ഭക്ഷണത്തിനോടൊപ്പം അകത്തേക്ക് പോകും. അപ്പൊ അത് നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ചെന്ന് പല രീതിയിലുള്ള അസ്വസ്ഥതകൾ നമുക്കുണ്ടാക്കും. ഭയങ്കര വയറുവേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്.
ഡയറിയ ഉണ്ടാകും, ചിലപ്പോൾ ലൂസ് മോഷൻ ഉണ്ടാകും, വൊമിറ്റിംഗ് ഉണ്ടാവാനുള്ള ചാൻസസ്, അങ്ങനെ പല രീതിയിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ചില അസുഖങ്ങൾ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ട് ഉണ്ടാകാനുള്ള ചാൻസസ്. ഇത് ശരിക്കും പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ്നെസ്, ക്ലൻനെസ് അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പേഴ്സണൽ ഹൈജീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ബോഡിയുടെ എക്സ്റ്റേണൽ പാർട്ട്, അതായത് എക്സ്റ്റേണൽ ബോഡിയെ ഗ്രൂം ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, അതാണ് പേഴ്സണൽ ഹൈജീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുളിച്ച് നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു, ബ്രഷ് ചെയ്യുന്നു, അല്ലെ, നഖങ്ങൾ വെട്ടി വൃത്തിയാക്കുന്നു, അങ്ങനെ എക്സ്റ്റേണൽ പാർട്സ് എല്ലാം നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ആക്കി വെക്കുന്നു. ദാറ്റ് ഇസ് അതിന്റെ ഒരു പ്രിപ്പറേഷൻ, അതിന്റെ ഒരു ഗ്രൂമിങ്, അതാണ് ഈ പേഴ്സണൽ ഹൈജീൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മൾ എപ്പോഴും വൃത്തി അത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നു. അത് പേഴ്സണൽ ആണ്, ഓരോ വ്യക്തിയും അവനവൻ ചെയ്യേണ്ടതാണ്. പക്ഷെ കൊച്ചുകുട്ടികളും പ്രായമായി തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തവരുമായിട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മളുടെ സപ്പോർട്ടോടുകൂടി നമ്മൾ വേണം അത് അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാനായിട്ട്. ഓരോ ആളുകൾക്കും അവരുടേതായ ഹാബിറ്റ്സ് ഉണ്ട്, അവരുടേതായ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഉണ്ട്. പിന്നെ അത് പലപ്പോഴും കുട്ടികൾ എങ്ങനെയാ ചെറുപ്പം തുടങ്ങി പഠിച്ചു വരുന്നു, മറ്റ് എൽഡേഴ്സിൽ നിന്ന് പഠിക്കുന്നു, അങ്ങനെയാണ് ഇവരില് ഹാബിറ്റ്സും ഹൈജീനും എല്ലാം ഫോം ചെയ്യുന്നത്. ഇങ്ങനെ അത് ചെറുപ്പം തുടങ്ങി അത് ശീലിക്കുമ്പോൾ ഹെൽത്തി ഹാബിറ്റ്സ് ഫോളോ ചെയ്യാനും, ഗുഡ് ഹെൽത്ത്, നല്ല ഹെൽത്തിലിരിക്കാനും, പ്രോപ്പറായിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാം അവർ പഠിക്കും. അപ്പൊ പേഴ്സണൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഓരോ വ്യക്തിയും ആ വ്യക്തി ശുചിത്വം കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ ആ വീട്ടില് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഇത് കുട്ടികളിൽ നമ്മൾ ഇങ്ങനെ പകർന്നു കൊടുത്തോണ്ടിരിക്കണം, അല്ലെ. അപ്പം ത്രൂ പ്രോപ്പർ ഹെൽത്ത് എഡ്യൂക്കേഷൻ, നമ്മൾ പറഞ്ഞു ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവയർനെസ് കിട്ടുക എന്ന് മാത്രമല്ല, വി ഹാവ് ടു അപ്ലൈ ടു അവർ ലൈഫ്. നമ്മളുടെ ലൈഫിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്, അത് കംപ്ലീറ്റ് ആവുന്നത്. അപ്പൊ ഗുഡ് ഹൈജീൻ ഹാബിറ്റ്സ് കുട്ടികളിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ നമ്മൾക്കറിയാം, നമ്മളിപ്പോ സ്കൂളിൽ വർക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഒരു 4 years ഒക്കെ കഴിഞ്ഞ കുട്ടികളാണ് വരുന്നതെങ്കിൽ അവർക്ക് ഹെൽത്തി ഹാബിറ്റ്സ് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് ത്രൂ ആക്ഷൻസോ, ത്രൂ ഗെയിംസ്, ത്രൂ സ്റ്റോറീസ് എല്ലാം നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. പെട്ടെന്ന് തന്നെ അതൊരു ഇംപ്രഷൻസ് ആയിട്ട് അവരുടെ മനസ്സിൽ കിടക്കും. ഇനി ഏതെല്ലാം രീതിയിൽ പേഴ്സണൽ ഹൈജീൻ ചെയ്യണം അതൊക്കെയാണ് പറയുന്നത്. സോ വി വിൽ ഡു ലൈക്ക് കുറച്ച് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതില് ഓരോ പോയിന്റ്സ് ആയിട്ട് ഓരോരുത്തർ വായിച്ചു. ഞാൻ സ്ക്രോൾ ചെയ്യാം. First point, habits of cleanliness. Habits once formed become a part of the personality of the child. So they must learn good habits from the period of being young. The teachers show clean and tidy that itself affects the habits of the students. ഹാബിറ്റ്സ് ഓഫ് ക്ലെൻലിനെസ്. ഒരിക്കൽ അവരുടെ ഉള്ളില് നല്ലപോലെ തറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാബിറ്റ്സ്, അത് അവരുടെ ലൈഫിന്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗം തന്നെയായിരിക്കും. മോർണിംഗ് ആൻഡ് ഈവനിങ് ബ്രഷ് ചെയ്യണം, സോ ഐ വിൽ ഡു, ആ ഒരു രീതിയിൽ അതൊരു ഹാബിറ്റ് ആയിട്ട് കുട്ടിയിലുണ്ടാവും. പിന്നെ വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽ, അതും വരും. പിന്നെ ടോയ്ലറ്റ് ട്രെയിനിങ്, ടോയ്ലറ്റ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യുക, അതെല്ലാം അങ്ങനെ ഓരോ ഹാബിറ്റ്സും ഉണ്ടാകും. കുളിക്കണം, ഡ്രസ്സ് മാറണം, പുറത്തു പോയിട്ട് കളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുളിച്ച് ഡ്രസ്സ് മാറണം. പുറത്തു പോയിട്ട് വരുമ്പോഴും ഇതുപോലെ തന്നെ അപ്പൊ തന്നെ കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ കൈയും കാലും ഒക്കെ എല്ലാം കഴുകണം, നഖം വെട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെറുപ്പം തുടങ്ങിയ കുട്ടികളിൽ ശീലമായി കഴിയുമ്പോൾ അത് അവരുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിരിക്കും. അങ്ങനെ ഗുഡ് ഹാബിറ്റ്സ് ആ ഒരു ചെറുപ്പത്തിൽ തന്നെ ഗുഡ് ഹാബിറ്റ്സ് അവർ പഠിച്ചു വരുവാണ്. അപ്പോ സ്കൂളിലാണെങ്കിൽ അവിടെ ടീച്ചേഴ്സ് ആണല്ലോ, ടീച്ചേഴ്സുമായിട്ടാണ് കുട്ടികൾ കൂടുതൽ സമയം ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ ടീച്ചേഴ്സ് ആ രീതിയിൽ എങ്ങനെയാണ് ക്ലീൻ ആയിട്ടും നീറ്റായിട്ടും ഒക്കെ ഇരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെ കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കും. അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെ, എക്സ്പ്രസീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവരുടെ ഹാബിറ്റ് ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്ലീൻ ബോഡി സ്കിൻ. ആരാ വായിക്കാം? ഞാൻ വായിക്കാം. Clean body skin. If the surface is not kept clean, it will not be able to check the influence of germs. So teachers should highlight the significance of a clean body skin and the outer surface of the body. Yes. ക്ലീൻ ബോഡി സ്കിൻ, നമുക്കറിയാം നമ്മുടെ എക്സ്റ്റേണൽ പാർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി, അതിന്റെ ഒരു ലെയർ, അതിന്റെ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് സ്കിൻ ആണ്, അല്ലെ. അപ്പൊ സർഫസ് നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടില്ലെങ്കിൽ
ഇത് അണുക്കള് പെട്ടെന്ന് തന്നെ അഫക്ട് ചെയ്യും നമ്മുടെ ബോഡീനെ. അപ്പോൾ എപ്പോഴും ആ ബോഡി ക്ലീൻ ആയിരിക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ് കുട്ടികളെ അവെയർ ചെയ്യിക്കണം, പറഞ്ഞു കൊടുക്കണം, ഹൈലൈറ്റ് ചെയ്യണം, എപ്പോഴും പറയണം. കുട്ടി വരുമ്പോ കുളിക്കാതെ വൃത്തിയുള്ള ഡ്രസ്സ് അല്ലാതെ വരുവാണെങ്കിൽ ടീച്ചർ ശ്രദ്ധിക്കും അല്ലെ. നമ്മുടെ ഒരു ബാച്ചില് ഒരു കുട്ടി പറഞ്ഞതാണ്, ഒരു ഫാമിലിയിൽ നിന്ന് ഒരു കൊച്ചു LKG, അതിന്റെ ചേട്ടൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, അച്ഛനും അമ്മയും എന്തോ ജോലിക്ക് പോകുന്നത്, പക്ഷെ ഫിനാൻഷ്യലി ഒന്നും വലിയ പ്രശ്നമുള്ളവരൊന്നുമല്ല. ബട്ട് കുട്ടികളെ ഒട്ടും കെയർ ചെയ്യുന്നില്ല. ചെറിയ മോന് ഇട്ട് കൊടുത്ത് വിടുന്നത് ചേട്ടന്റെ ട്രൗസറാ, അപ്പൊ അവന് ഒട്ടും പാകല്ല, ലൂസാ. കുട്ടി ഇങ്ങനെ ഓടുമ്പോഴേക്കും അതങ്ങ് ഊരിപ്പോവും. അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങൾ. മറ്റുള്ള കുട്ടികൾ കളിയാക്കും. അങ്ങനെ അത് മാത്രമല്ല, വെള്ളം കൊടുത്തു വിടില്ല, വാട്ടർ ബോട്ടില് വെള്ളം കൊടുത്തു വിടില്ല. പിന്നെ ഭക്ഷണം ശരിയായ രീതിയിലൊന്നും നല്ല രീതിയിലൊന്നും കൊടുത്തു വിടില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ചുമ്മാ പാരന്റ്സിനെ ഒന്ന് വിളിച്ചിട്ട് ചൈൽഡ് ലൈനിൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ അങ്ങനെ ചെയ്തു. അപ്പൊ ഇങ്ങനെ പാരന്റ്സ് ശ്രദ്ധിക്കാതെ കുട്ടികളെ വിടുന്നുണ്ട്. ഒട്ടും ഹൈജീൻ അല്ലാതെ, ശരിയായ പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് കൊടുത്തു വിടാതെ. പിന്നെ വെള്ളം വളരെ മസ്റ്റ്. ഈവൻ ദോ സ്കൂളില് വെള്ളം ഉണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് വെള്ളം കൊടുത്തു വിടും. കാരണം ആ വെള്ളം ഇവിടെ കുട്ടികളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തു വിടുന്ന വെള്ളം കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്നുള്ള വെള്ളം അവരുടെ വാട്ടർ ബോട്ടിൽ കളക്ട് ചെയ്തിട്ടാണ് അവർ കുടിക്കുന്നത്. കാരണം നമ്മുടെ കയ്യിൽ തന്നെ ഒരു ബോട്ടിൽ ഉണ്ടാവുമല്ലോ. വെള്ളം കുടിക്കണം തോന്നുമ്പോൾ ഓടി പുറത്തു പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് ഭയങ്കര അശ്രദ്ധ ഉണ്ടാകാറുണ്ട് പലപ്പോഴും. അപ്പൊ ടീച്ചർമാർ അതെല്ലാം ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് അവയർനെസ് കൊടുക്കണം, അതിന്റെ ഒപ്പം തന്നെ പാരന്റ്സിനും കൊടുക്കേണ്ടതായിട്ട് വരും ഇൻ സർട്ടൻ കേസസ്. ക്ലീൻ ബോഡിയുടെ സിഗ്നിഫിക്കൻസ്, സ്കിൻ എത്ര നീറ്റ് ആയിട്ട് വെക്കണം, അത് ഔട്ടർ സർഫസ് ഓഫ് ദ ബോഡി, അതായത് എൻട്രൻസ് ആണ്, അണുക്കൾക്ക് കയറാനുള്ള ഒരു വഴിയാണ് ശരിക്കും. അത് ക്ലീൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അസുഖം ബാധിക്കും, ഇൻഫെക്ഷൻസ് ഒക്കെ വരും. അപ്പൊ അത് ബോഡി എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കണം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് വൺ ഞാൻ വായിക്കാം മിസ്സേ. നീറ്റ്നെസ് ഓഫ് ഹെയർ, നെയിൽസ്, finger and teeth. This part of our body should be maintained clean by washing, combing, cutting and brushing whenever required. ഓക്കെ. ഇപ്പൊ നമ്മളിതൊക്കെ ബോഡി നല്ല ക്ലീൻ ആക്കി വെക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ മുടി അല്ലെ, ചില കുട്ടികളിൽ ഇങ്ങനെ കുളിക്കാതെ ഭയങ്കര അഴുക്കായിട്ടിരിക്കുന്നുണ്ടാവും തലയിലൊക്കെ, ചിലപ്പോ പെയിൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചിലപ്പോ കാണും. പിന്നെ നെയിൽസ്, നഖം വെട്ടാതെ നഖത്തിന്റെ ഉള്ളിൽ അഴുക്കൊക്കെ കയറിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. ഫിംഗേഴ്സ് ഒക്കെ വളരെ അൺടൈഡി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും ചെറിയ കുട്ടികളിൽ കാണുന്ന ഒരു പ്രശ്നമാണ് പുവർ ഡെന്റൽ ഹൈജീൻ അല്ലെ, നല്ല രീതിയിൽ പല്ല് ക്ലീൻ ആക്കാതെ വരുന്നത്. അപ്പൊ ഈ ബോഡിയുടെ ഈ പാർട്സ് എല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്ത്, അതായത് വാഷ് ചെയ്ത്, മുടിയാണെങ്കിൽ നല്ലപോലെ ചീകി ഒതുക്കി വെച്ച്, പിന്നെ വെട്ടേണ്ട സമയത്ത് അത് വെട്ടണം. പിന്നെ നഖമൊക്കെ ആണെങ്കിൽ വെട്ടി മുടി ട്രിം ചെയ്യണം. നഖം വളരാൻ അനുവദിക്കാതെ അതും ട്രിം ചെയ്തൊക്കെ വെക്കണം. പിന്നെ ബ്രഷ് ചെയ്യുക, മുടിയൊക്കെ നല്ലപോലെ ബ്രഷ് ചെയ്യുക, വാഷ് ചെയ്ത് ഉണക്കിയതിന് ശേഷം കോംപ് ചെയ്ത് ഒക്കെ കെട്ടിവെക്കാൻ പറ്റുന്ന ടൈപ്പാണെങ്കിൽ കെട്ടിവെക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ, നമ്മുടെ പേഴ്സണൽ ഹൈജീനിൽ വരുന്ന എല്ലാ കാര്യങ്ങളാണ്. അപ്പൊ നമുക്കറിയാവുന്നതല്ല, നമ്മളിത് നമ്മളുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. നമ്മൾ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കൂളിൽ വരുന്ന കുഞ്ഞുങ്ങൾക്കും ഇത് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഞാൻ വായിക്കാം. Ears, eyes, nose and throat. Ears, being one of the most important organ of the body, should be cared for. Any defect or injury in the ears should be immediately brought to the notice of a doctor. Eyes should be washed regularly with clean water. In the same way, the nose and throat are also to be kept clean. Throat is joined with nose, ears and mouth. നമുക്കറിയാം കണ്ണ്, ചെവി, മൂക്ക്, അതുപോലെ തൊണ്ട, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യം നമുക്കറിയാം. ഓരോ ഓർഗണും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ രീതിയിൽ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ശരിയായ ചെവിയിലൊക്കെ കുട്ടികൾ പല സാധനങ്ങൾ ഇടാനൊക്കെയുള്ള ചാൻസസ് ഒക്കെ ഉണ്ടല്ലേ, അങ്ങനെ ഇയറിന് പ്രോബ്ലംസ് ഒക്കെ വരാം. അപ്പൊ
അപ്പൊ അതെല്ലാം നല്ലപോലെ കെയർ ചെയ്യണം. എന്തെങ്കിലും ഇഞ്ചുറിയോ എന്തെങ്കിലും ഡിഫക്റ്റ് കാണുവാണെങ്കിൽ അപ്പൊ തന്നെ അതിനെ അതിന്റെ കൺസേൺ ഡോക്ടറെ കാണിക്കുക. പിന്നെ കണ്ണുകള് റെഗുലർ ആയിട്ട് വാഷ് ചെയ്യുക. കണ്ണ് ഡ്രൈ ആയിരുന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ക്ലീൻ വാട്ടർ യൂസ് ചെയ്തിട്ട് ഇതെല്ലാം നല്ലപോലെ വാഷ് ചെയ്യണം. മൂക്ക്, ത്രോട്ട് അതെല്ലാം നല്ല ക്ലീൻ ആയിട്ട് തന്നെ വെക്കണം. ത്രോട്ട് ഇസ് ജോയിൻ വിത്ത് നോസ്, ഇയേഴ്സ് ആൻഡ് മൗത്ത്. ഈ ത്രോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇതുമായിട്ടൊക്കെ കണക്റ്റഡ് ആണെന്നറിയാലോ. അതല്ലേ നമ്മള് മൂക്കിലൊരു മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് നമുക്ക് വായിലൊക്കെ വരും അല്ലെ. സോ ത്രോട്ടും ഇത് നോസ്, ഇയേഴ്സ് ആൻഡ് മൗത്ത് ഇതെല്ലാമായിട്ട് ജോയിൻ ആണ്. അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലിസ്റ്റ് ഒരു ഡോക്ടർ ENT സ്പെഷ്യലിസ്റ്റ് ഇരിക്കുന്നത്. സോ ഇതെല്ലാം നമ്മൾ നല്ല ക്ലീൻ ആയിട്ട് എടുക്കണം. ഇതെല്ലാം ഓപ്പണിംഗ് ഉള്ള ഭാഗമാണ് അല്ലെ. എക്സ്റ്റേണൽ സറൗണ്ടിങ്സുമായിട്ട് ഓപ്പണിംഗ് ഉള്ളതാണ് ഈ നോസ്, ഇയേഴ്സ്, കണ്ണ് എല്ലാം. അപ്പൊ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അണുക്കളുടെ വാതിലുകളാണ്, തുറന്നു കിടക്കുകയാണല്ലോ. സോ അതുകൊണ്ട് എപ്പോഴും നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ നല്ലപോലെ വാഷ് ചെയ്യണം. അതെല്ലാം ചെയ്യും. നെക്സ്റ്റ് ക്ലോത്തിങ്. Clothing. One puts on different types of clothes according to various seasons. Thus, should be clean and neat. The undergarments which are close to the body should also be kept clean and steady. ഓക്കെ, പല ടൈപ്പ് ഡ്രസ്സുകളാണ് നമ്മൾ ഇടുന്നത്. ഇപ്പൊ ഭയങ്കര ചൂടാണ്. സോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് വളരെ വെയിറ്റ് കുറഞ്ഞ കോട്ടൺ ടൈപ്പ് മെറ്റീരിയലുള്ള ഡ്രസ്സ് നമ്മൾ ഇടാനായിട്ട് നോക്കും. ഇച്ചിരി ലൂസ് ടൈറ്റ് ആവാതെ ഇത്തിരി ലൂസ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ ഇടാൻ നോക്കുക. നമ്മുടെ ക്ലൈമറ്റ് പലപ്പോഴും എക്സ്ട്രീം ആണ് അല്ലെ. നമുക്ക് അങ്ങനെ ഭയങ്കര തണുപ്പ് സമയമൊന്നുമില്ല, എപ്പോഴും ചൂടൊക്കെ തന്നെയാണ് നമുക്ക് വരുന്നത്. മഴക്കാലം ആവുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പെട്ടെന്ന് നമ്മുടെ ബോഡിയിലേക്ക് വെള്ളം ഇതാകാത്ത രീതിയിലുള്ള ഡ്രസ്സ് നനഞ്ഞാലും പെട്ടെന്ന് ഇതായി പോകുന്ന രീതിയിൽ അപ്പോഴാണ് നമ്മൾ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ധരിക്കുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ക്ലോത്ത്സ് നമ്മൾ ഇടും അക്കോർഡിംഗ് ടു ദ സീസൺ. നമുക്ക് കൂടുതലും നമ്മൾ കോട്ടൺ ഡ്രസ്സുകളാണ് കൂടുതലും നമ്മുടെ ക്ലൈമറ്റിന് യൂസ് ചെയ്യാൻ നല്ലത്. പക്ഷെ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് എങ്ങനെയാണെങ്കിലും അത് ക്ലീനും നീറ്റും ആയിരിക്കും. അണ്ടർ ഗാർമെന്റ്സ് അത് ബോഡിയുമായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. അത് എപ്പോഴും വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുള്ളതായിരിക്കണം, നല്ല ക്ലീൻ ആക്കിയിട്ടുള്ളതായിരിക്കണം. മുഷിഞ്ഞതൊന്നും അത് നമ്മുടെ ബോഡിയായിട്ട് ചിലപ്പോൾ ഇറിറ്റേഷനും ഇച്ചിങ്ങും ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അത് ശ്രദ്ധിക്കണം. യെസ്. Habits of using handkerchief. We have to develop the habit of using handkerchiefs in children. They can use it while they are sneezing, coughing, yawning, etc. Health education helps a person to keep his body health and keep himself free from illness. The health of each individual is very required to build a health community. Yes. So that is the end of that unit. ഹാൻഡ്കർച്ചീഫ് യൂസ് ചെയ്യുന്ന ഹാബിറ്റ് ചെറുപ്പത്തിൽ തന്നെ അവരിൽ ആ ഒരു ശീലം ഉണ്ടാക്കിയ. ആൻഡ് ഓൾവേസ് റിമെമ്പർ, യൂസ് ചെയ്യുന്ന ഹാൻഡ്കർച്ചീഫ് നല്ല നീറ്റ് ആയിരിക്കണം, കോട്ടൺ ടൈപ്പ് ആയിരിക്കണം അല്ലെ. ആ രീതിയിലുള്ള വളരെ നല്ല സോഫ്റ്റ് മെറ്റീരിയലും ആയിരിക്കണം. അപ്പൊ അത് യൂസ് ചെയ്യുന്ന ഹാബിറ്റ് കുട്ടികളുടെ ശീലം ഉണ്ടാക്കിയിരിക്കുക. കാരണം അവരെപ്പോഴും സ്നീസ് ചെയ്യും, അതായത് തുമ്മും, കഫ് ചെയ്യും, ചുമക്കും. യോവിങ് എന്നല്ല, യോണിങ് എന്നാണ്. YAWNING ഒരു എന്നും കൂടി ഉണ്ട്. അതായത് കൂട്ടുവായി ഇടുമ്പോൾ പോലും ഈ കർച്ചീഫ് വെച്ച് മറയ്ക്കണം എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ പല രീതിയിലുള്ള ജെംസ് അണുക്കൾ അകത്തേക്കും പോകാം, പുറത്തേക്കും വരാം ഈ പ്രോസസ്സ്, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ. YAWNING ഒരു എണ്ണ അതിന്റെ ഇടയ്ക്ക് ഉണ്ട്, W കഴിഞ്ഞിട്ട് കൂട്ടുവായി ഇടുന്ന മീനിങ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഹെൽപ്സ് എ പേഴ്സൺ ടു കീപ് ഹിസ് ബോഡി ഹെൽത്തി. അപ്പൊ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് അവയർനെസ്, വാട്ട് വി നോ എന്നുള്ളതല്ല, what we know, that's the first step. Then what we do according to that, അറിവിനനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു അതും കൂടിയാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കീപ് ഹിംസെൽഫ് ഫ്രീ ഫ്രം ഇൽനെസ്സിൽ നിന്ന് നമ്മളെപ്പോഴും മാറ്റി നിർത്താൻ നമ്മൾ ആ ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. Health of each individual is very required to build a healthy community. ഓരോ ഇൻഡിവിജ്വലിന്റെ ഹെൽത്ത്, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഓഡിയോ ഓൺ ആണേ. ആനി ജാനിസ് ഓഡിയോ ഓൺ ആണേ, മ്യൂട്ട് ചെയ്യാമോ? താങ്ക് യു.
അപ്പൊ ഓക്കെ, ആ ഒരു ഹെൽത്തി കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ശരിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അസുഖം പിടിച്ചൊരു കമ്മ്യൂണിറ്റി, നമുക്ക് ഓർമ്മയില്ലേ കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഐസൊലേറ്റ് ചെയ്യും. ഒരു ഏരിയയിൽ നിറയെ കോവിഡ് പേഷ്യൻസ് ഉണ്ടെങ്കിൽ ആ ഏരിയ അങ്ങോട്ട് ഐസൊലേറ്റ് ചെയ്യും. ഇങ്ങോട്ടും ആർക്കും കടക്കാൻ പറ്റില്ല, ഇങ്ങോട്ടും ആർക്കും കടക്കാൻ പറ്റില്ല. ഒരുതരം ഇവാക്വേഷൻ, ഒറ്റപ്പെടുന്ന രീതിയിലൊക്കെ പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത്, അല്ലെ? എനിക്ക് ശരിക്കും കോവിഡിന്റെ ആ പ്രശ്നങ്ങൾ രൂക്ഷമായി അത് തീരാറായപ്പോഴാണ് എനിക്ക് കോവിഡ് വന്നത്. അയ്യോ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല, കിടക്കാനും പറ്റാത്ത ഒരവസ്ഥ, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഓക്കെ, സോ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, അതായിരുന്നു നമ്മളുടെ ഈ ഒരു സെഷനിൽ. നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത്, അതിന്റെ ഹൈജീൻ, എങ്ങനെയൊക്കെ നമ്മൾ അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ സൊസൈറ്റിയെ എങ്ങനെ ഹെൽത്തി ആക്കണം, കുട്ടികളിൽ എങ്ങനെ ഹാബിറ്റ്സ് കൊണ്ടുവരണം, പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ്, സ്കൂളുകളിൽ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് അവരെടുക്കേണ്ട റെസ്പോൺസിബിലിറ്റീസും സ്റ്റെപ്സും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമായിരുന്നു നമ്മൾ പറഞ്ഞത് ഈ ഒരു ചാപ്റ്ററിൽ. സോ എൻഡ് ഓഫ് ദിസ് ചാപ്റ്റർ. നെക്സ്റ്റ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, പാർട്ട് 1 നിങ്ങൾക്ക് എത്ര യൂണിറ്റ്സ് ആയി? 4. സിലബസ് 4 പറയുമ്പോൾ ഏതൊക്കെയാണ്? മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്, യൂണിറ്റ് 1 ഇല്ലേ? അത് ഞാനാണോ എടുത്തേ? അല്ല, അശ്വതി. ഞാൻ തുടങ്ങിയത് ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ഈ സെക്കൻഡ് യൂണിറ്റ് ആയിരുന്നു അല്ലെ? അതെ. ഫുഡ് ന്യൂട്രീഷൻ ബാലൻസ്ഡ് ആയിട്ട് കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. ഓക്കെ, 2 യൂണിറ്റ് കഴിഞ്ഞോളൂ, ബാക്കി യൂണിറ്റ്സ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ. ഫസ്റ്റ് കഴിഞ്ഞു. 4th യൂണിറ്റ് എടുത്തോ? കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ് അതെടുക്കുന്നുണ്ട്. സോ നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് ഹെൽത്ത് ആൻഡ് ഹൈജീൻ 6ാമത്തെ യൂണിറ്റ് ആണ് കേട്ടോ. മോഡ്യൂൾ 1 പാർട്ട് 1 6th യൂണിറ്റ് ആയ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അത് ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നല്ല, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നാണ്. കാരണം നമ്മൾ ഓൾറെഡി ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മളിപ്പോ പറഞ്ഞു. ശരീരം എങ്ങനെ ഹൈജീനായിട്ട് സൂക്ഷിക്കണം, പേഴ്സണൽ ഹൈജീൻ എങ്ങനെ, ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ്, ആ കിട്ടുന്ന അവയർനെസ് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണം, അതെല്ലാം നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ യൂണിറ്റ് 6 ആണ്. മോഡ്യൂൾ 1 പാർട്ട് 1 യൂണിറ്റ് 6 മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. 5ാമത്തെ യൂണിറ്റ് ഫസ്റ്റ് എയ്ഡ് ആണ്. അതിന്റെ കൂടെ മെന്റൽ ഒരു ടൈപ്പിംഗ് എറർ ആയിരിക്കാം, മെന്റൽ എന്നും കൂടെ വന്നിട്ടുണ്ട്. ആ മെന്റൽ ശരിക്കും താഴേക്ക് വരേണ്ടതായിരുന്നു. സോ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ 6th യൂണിറ്റിനെ ഒന്ന് മാറ്റാം. നമ്മൾ സെക്കൻഡ് യൂണിറ്റില് നിങ്ങൾ ചെയ്ത ഒരു അസൈൻമെന്റ് ഇപ്പൊ ഇന്ന് പറഞ്ഞു, പിന്നെ ചെയ്ത അസൈൻമെന്റ് വേറെ ഏതായിരുന്നു? ഹെൽത്ത് സ്ലോഗൻസ്, ഫ്രേസസ് ഒക്കെ. ഹെൽത്ത് റിലേറ്റഡ് ഫ്രേസസ്. പിന്നെ ഉണ്ടായിരുന്നോ? യെസ്, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഹെൽത്തി പീപ്പിൾ ആൻഡ് അൺഹെൽത്തി പീപ്പിൾ. യെസ്, പിന്നെ തേർഡ് വൺ ഒരു 10 പേരെ മീറ്റ് ചെയ്തിട്ട് വാട്ട് ഈസ് ഹെൽത്ത്, അതിന്റെ ഒരു ഡെഫിനീഷൻ. പിന്നെ 4th വന്നിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യാൻ. ശരി. ഓക്കെ, അപ്പൊ ആ ഒരു യൂണിറ്റിന്റെ അസൈൻമെന്റ്സ് ഓക്കെ ആണ്. നെക്സ്റ്റ് ഹെൽത്ത് ആൻഡ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ യൂണിറ്റ് 6. എന്തോ യൂണിറ്റ് 6 സൈക്കോളജി എന്ന് പറഞ്ഞ ആ ടെക്സ്റ്റ് കിടക്കുന്നതാണോ? അത് പാർട്ട് 2 ആണല്ലോ. നമ്മൾ പാർട്ട് 1 അല്ലേ എടുത്തോണ്ടിരിക്കുന്നേ? ഓക്കെ. പാർട്ട് 1 പക്ഷെ എനിക്കത് ആ ടെക്സ്റ്റിലാണ്. പാർട്ട് 1 5ാമത്തെ യൂണിറ്റ് ഫസ്റ്റ് എയ്ഡ്, 6ാമത്തെ യൂണിറ്റ് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. പേജ് നമ്പർ 23 നോക്ക്. പേജ് നമ്പർ 23. ഒന്ന് പറഞ്ഞു കൊടുക്കണേ പേജ് നമ്പർ. എനിക്ക് പേജ് നമ്പർ ഇല്ല, അതുകൊണ്ടാണ്. ഇത് ഓരോ പാർട്ട് ബൈ പാർട്ട് ആയിട്ടാണ്. അതായത് മോഡ്യൂൾ 1 പാർട്ട് 1 6ാമത്തെ യൂണിറ്റ് ആയ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ.
പേജ് 23. 23. കിട്ടിയോ? നോക്കട്ടെ. കിട്ടി. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. എല്ലാ ടീച്ചേഴ്സിന്റെയും അസൈൻമെന്റ് ഒരു ബുക്ക് ചെയ്താൽ മതിയോ? എനിക്ക് ഒക്കെയാണ്. നിങ്ങൾ ടീച്ചർമാരോടും കൂടി ഒന്ന് ചോദിച്ചോളൂ കേട്ടോ. എനിക്ക് പ്രശ്നമില്ല. മിസ് അസൈൻമെന്റ് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് എന്റെ കട്ടായി പോയിനു. അസൈൻമെന്റ് ഞാൻ ക്ലാസ് റൂമിൽ ഇടും. അസൈൻമെന്റ് ഒന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് ഹെൽത്ത് റിലേറ്റഡ് അവയർനെസ് കിട്ടുന്ന മീഡിയംസ് ബുക്കുകളിൽ കിട്ടും, TV പ്രോഗ്രാമിൽ നിന്ന് കിട്ടും, വീഡിയോസിൽ നിന്ന് കിട്ടും, യൂട്യൂബ് വീഡിയോസ് അങ്ങനെ കിട്ടും, പിന്നെ റേഡിയോ പ്രോഗ്രാംസിൽ നിന്ന് കിട്ടും, പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു മൂവീസ്. അപ്പൊ അത് ഏതൊക്കെയാണ് അതിന്റെ പേരുകൾ ടൈറ്റിൽ മാത്രം കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ഓക്കെ, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ യൂണിറ്റ് 6. എല്ലാവർക്കും ടെക്സ്റ്റ് ഉണ്ടോ? ടെക്സ്റ്റ് ഒക്കെ എല്ലാരും വാങ്ങിച്ചില്ലേ? Yes, madam. വാങ്ങിച്ചു. നമ്മൾ ക്ലാസ്സിൽ പല സിറ്റുവേഷൻസ് വെച്ച് ഡിസ്കസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് വാല്യൂബിൾ പോയിന്റ്സ് ആണെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോട്ട്ബുക്കിലോ ഡയറിയിലോ നോട്ട് ചെയ്യണം കേട്ടോ. കാരണം അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഐഡിയാസും ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. ടെക്സ്റ്റ് നമുക്കൊരു റെഫറൻസ് തന്നെയാണ്, ബട്ട് നമുക്ക് പല കാര്യങ്ങളും ഇതിൽ നിന്നും കിട്ടും. അതുകൊണ്ടാണ് ഞാനിതൊന്ന് എടുത്തോട്ടെ. ഞാൻ ഷെയർ ചെയ്യാം. ആ സമയം കളയണ്ട. ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കണം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മളിപ്പോ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മൾ കുറെ ഫ്രേസസ് നിങ്ങൾ കളക്ട് ചെയ്തിരുന്നു അല്ലെ അസൈൻമെന്റ്. ആ ഫ്രേസസിൽ എന്തായിരുന്നു നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും മനസ്സിന്റെ ആരോഗ്യവും കൂടെ കണക്ട് ചെയ്ത ഫ്രേസസ് ഉണ്ടായിരുന്നു. അരിസ്റ്റോട്ടിൽ പറഞ്ഞ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി, ഹെൽത്തി മൈൻഡ് ഇൻ എ ഹെൽത്തി ബോഡി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മൾ ശരീരത്തിന് ആരോഗ്യം വെക്കുന്നു, ബട്ട് എക്സസൈസ് ചെയ്ത് ഫിസിക്കലി ഫിറ്റ് ആവുന്നു. പക്ഷെ മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം കൂടെ കണക്ട് ചെയ്ത് വരുള്ളൂ. സോ മനസ്സിന്റെ ആരോഗ്യം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ, സൈക്കോളജിക്കൽ, അതുകൊണ്ട് സോഷ്യൽ വെൽബീയിങ്, ഈ 3 കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യും. അതായത് ഒരാൾക്ക് അയാളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അയാള് നല്ല മാനസിക ആരോഗ്യമുള്ള ഒരാളാണെന്ന് പറയും. സെയിം വേ അയാൾക്ക് എന്താ പറയാ, ആളുകളുമായി ഇന്ററാക്ട് ചെയ്യാൻ ശരിയായ രീതിയിൽ ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് അയാൾക്ക് നല്ല രീതിയിൽ സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നതും അയാളുടെ മെന്റൽ ഹെൽത്ത് തന്നെയാണ്. അതേസമയം സോഷ്യലൈസ് ചെയ്യുന്നില്ല, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല, ദാറ്റ് മീൻസ് അയാളുടെ മെന്റൽ ഹെൽത്ത് വളരെ വീക്കാണ്. നമുക്കിപ്പോ ചുറ്റും ഇപ്പം ഈ ഒരു പുതിയ വർഷം 2025 തുടങ്ങിയിട്ട് നമുക്ക് നല്ല നല്ല കാര്യങ്ങളൊന്നും നമ്മൾ ദിവസവും കേൾക്കുന്നില്ല അല്ലെ. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് ഓരോ ദിവസവും, എന്തൊക്കെയാ നടക്കുന്നത് പറയാൻ ഓർക്കാൻ തന്നെ നമുക്ക് വിഷമം വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത്. അവിടെ ശരിക്കും വേണ്ടത് മെന്റൽ ഹെൽത്ത് ലിറ്ററസി, മാനസിക ആരോഗ്യ സാക്ഷരത. കേരളം 100% സാക്ഷരത എന്നൊക്കെ നമുക്ക് ഇനി പറയാൻ തന്നെ നാണാവും. ബട്ട് എന്താ പറയാ, എഴുത്തും വായനയിലും മാത്രം സാക്ഷരത പോരാ. നമ്മളുടെ മാനസിക ആരോഗ്യം, മെന്റൽ ഹെൽത്ത് ലിറ്ററസി എന്നുള്ളൊരു കാര്യമുണ്ട്, മാനസിക ആരോഗ്യ സാക്ഷരത, അത് നമുക്ക് വേണം. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്ന് അതിന്റെ ഭയങ്കര പ്രശ്നമാകുമ്പോഴാണ് ലോക്കൽ അതോറിറ്റീസും പല ഏജൻസികളും മുന്നോട്ട് വരുന്നത്. കാര്യങ്ങളെല്ലാം എങ്ങനെയെങ്കിലും ഇത് ശരിയാക്കണം, നമ്മുടെ നാടിനെ നന്നാക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആസ് എ പേഴ്സൺ ഇൻഡിവിജ്വലി, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെയും നമുക്ക് അത് വളരെ എളുപ്പമായിരിക്കും.
സോ കേട്ടോ, ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചോളൂ. The Right. no, I say Okay, the okay. concept of mental hygiene. The mental health is a science which deals with the process of attaining mental health and averting mental illness. It attempt to develop and apply principles and techniques for the preservation and promotion of mental health, as well as for the prevention and treatment of mental health. Health എന്നാ കിടക്കുന്ന മെന്റൽ ഹെൽത്ത് എന്നാ കിടക്കുന്നു, ഹെൽത്ത് എന്നാണ്. Ultimately leading to an adequate adjustment and well-balanced development. ഒരു മിനിറ്റ്, മ്യൂട്ടാന്ന് ഞാൻ ഓർത്തില്ല. ആ 2 പാരഗ്രാഫില് കറക്ഷൻ ഉണ്ട്, അതൊന്ന് പറഞ്ഞു തരാം, എന്നിട്ട് റീഡ് ചെയ്യാം. ആദ്യം തുടങ്ങി ഒന്നുകൂടെ റീഡ് ചെയ്യാം. സെന്റൻസ് തുടങ്ങുമ്പോൾ നമുക്ക് അവിടെ മെന്റൽ ഹെൽത്ത് ഈസ് എ സയൻസ് എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾ മെന്റൽ ഹൈജീൻ എന്നാക്കുക. അത് സെന്റൻസ് റീഡ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ ഹെൽത്ത് അല്ല ഹൈജീൻ ആണ് വേണ്ടത്. പിന്നെ ഇപ്പൊ ഷമി പറഞ്ഞ പോലെ ആസ് വെൽ ആസ് ഫോർ ദ പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് മെന്റൽ ഹെൽത്ത് അല്ല മെന്റൽ ഇൽസ്, അസുഖങ്ങൾ, ILLS. ഓക്കെ, ഇനി റീഡ് ചെയ്തോളൂ. Mental hygiene is a manner of life in which the individual's adjustment to his atmosphere is maintained intact. According to Crow, mental hygiene is a science that deals with human welfare and pervades all field of human relationship. ഓക്കെ, സോ നമുക്ക് മെന്റൽ ഹെൽത്ത് അല്ല മെന്റൽ ഹൈജീൻ ഈസ് എ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ പ്രോസസ് ഓഫ് അറ്റൈനിങ് മെന്റൽ ഹെൽത്ത് ആൻഡ് അവേർട്ടിങ് മെന്റൽ ഇൽനെസ്. അതായത് മെന്റൽ ഹൈജീൻ, നമ്മൾ പേഴ്സണൽ ഹൈജീൻ പറഞ്ഞു. എന്തായിരുന്നു പേഴ്സണൽ ഹൈജീൻ? വ്യക്തി ശുചിത്വം നമ്മൾ പറഞ്ഞത് നമ്മളുടെ ശരീരത്തിനെ രോഗങ്ങളിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനും പ്രിവെന്റ് ചെയ്യാനും നമ്മളുടെ ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നു, ഹൈജീൻ ആക്കി വെക്കുന്നു, അല്ലെ? അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പേഴ്സണൽ ഹൈജീനും ഫിസിക്കൽ ഹെൽത്ത്, ശരീരത്തിന്റെ ആരോഗ്യത്തെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ മെന്റൽ ഹൈജീൻ, മനസ്സിന് ഹൈജീൻ. ശരീരത്തിന് മാത്രം ഹൈജീൻ പോരെ, മനസ്സിന് വൃത്തി വേണം. എന്താ മനസ്സിന്റെ വൃത്തി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനസ്സ് ശുദ്ധമായിരിക്കും. നല്ല ചിന്താഗതിയായിരിക്കും മാഡം. നല്ല ചിന്താഗതി. ലൈക്ക് നമുക്ക് അതായത് ആളുകളെ ഡിസ്റ്റർബ് ചെയ്യുക, സാധനങ്ങൾ ഡിസ്ട്രോയ് ചെയ്യുക, നശിപ്പിക്കുക, വയലന്റ് നേച്ചർ, ഇതെല്ലാം മെന്റൽ ഹൈജീൻ വളരെ പൂർ ആണ്, അല്ലെ? ടോക്സിക് ആയിട്ടുള്ള നേച്ചർ, മറ്റുള്ളവരെ എത്രത്തോളം നമുക്ക് ഉപദ്രവിക്കാമോ, ഇതെല്ലാം മെന്റൽ ഹൈജീൻ പൂറായ ആളുകളുടെ ലക്ഷണമാണ്. സോ മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ സയൻസ്, അതൊരു സയൻസ് ആണ് വിച്ച് ഡീൽസ് വിത്ത് ദ പ്രോസസ് ഓഫ് അറ്റൈനിങ് മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് കിട്ടാനുള്ള ആ പ്രോസസ്സിലേക്ക് എത്തിക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള മെന്റൽ ഹൈജീൻ ആണ്. അങ്ങനെ നമ്മളുടെ മെന്റൽ ഇൽനെസ്, മനസ്സിന് വരുന്ന അസുഖം, മനസ്സിനും അസുഖം വരാം, അല്ലെ? മനസ്സ് എല്ലാ മനുഷ്യർക്കും സംഭവിക്കാം മനസ്സിന് അസുഖങ്ങള്. ഡിപ്രഷൻ, ഡിസ്ട്രെസ്, സങ്കടം, ദേഷ്യം, നിരാശ, ഇതൊക്കെ നമ്മുടെ മനസ്സിന് വരുന്ന ചില പ്രശ്നങ്ങളാണ്, അല്ലെ? സോ അങ്ങനെ അതിനെല്ലാം നമുക്ക് മാറ്റാൻ ഇപ്പൊ വരില്ല എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ ഒരാളുടെ ഒരു ലോസ് സംഭവിക്കുകയാണ്, ആരെങ്കിലും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും, നമുക്ക് സഹിക്കാൻ പറ്റില്ല. കുറേ ദിവസങ്ങളും ചിലപ്പോ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കൊണ്ടും നമ്മൾ അതിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമുക്കതിനെ ആ വന്ന ഇമോഷൻ, ആ വന്ന വിഷമം, ആ ഒരു സങ്കടത്തെ നമുക്ക് സെൽഫ് കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് മീൻസ് നമ്മുടെ മെന്റൽ ഹൈജീൻ നല്ല ലെവലിൽ തന്നെയാണ്. അതേസമയം നമ്മൾ അത് ആലോചിച്ചിരുന്ന് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും.
ഈ ഡിപ്രഷൻ പിന്നീട് നമുക്ക് വേറെ പല തോട്ട്സിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പൊ ചിലപ്പോ ലൈഫ് തന്നെ വേണ്ടാന്ന് വെക്കാനുള്ള ആ രീതിയിലുള്ള സൂസൈഡ് തോട്ട്സ് ഒക്കെ വരും. അപ്പൊ വൺസ് ഒരു ആള് ഇതിലൂടെ കടന്നു പോകുമ്പോൾ ശരിക്കും ആദ്യം നമുക്ക് ദുഃഖം വരുന്നു, പിന്നെ അത് സങ്കടമാകും, പിന്നെ അത് ഡിപ്രഷൻ ആകും, പിന്നെ അത് ഭയങ്കരമായിട്ട് ക്ലിനിക്കൽ ഡിപ്രഷനിലേക്ക് പോകും. ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളത്. അപ്പം നമുക്ക് നോർമലി ഒരു ഡിപ്രഷൻ മീൻസ് പല മീഡിയംസ് യൂസ് ചെയ്തിട്ട് നമുക്കത് മാറ്റാം. വളരെ അടുത്ത സുഹൃത്തിനോട് ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മളുടെ കഥ മാറുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പാട്ട് കേൾക്കുന്നു, അല്പസമയം നമ്മൾ ശാന്തമായി എവിടെയെങ്കിലും സൈലന്റ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ അല്പസമയം കിടക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അതൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അത് മാറുമായിരിക്കും. പക്ഷെ ഇത് മാറാതെ വീണ്ടും അത് സിവിയർ ആകുവാണെങ്കിൽ ദാറ്റ് മീൻസ് ക്ലിനിക്കൽ ഡിപ്രഷൻ ആണ്. അതായത് ട്രീറ്റ്മെന്റ് ആവശ്യം വരുന്ന സന്ദർഭമായി പോകും അത്. സോ അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ അതിന് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ തന്നെ കാണണം. ഇത് ഈ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആരെങ്കിലും തന്നെ പോയി മീറ്റ് ചെയ്ത് അവരുടെ സെഷൻസ് ചിലപ്പോൾ ഒരു സെഷനും കൊണ്ടൊന്നും തീരില്ല. പല 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 സെഷൻസിലൂടെ ചിലപ്പോൾ കടന്നു പോകേണ്ടവരും, ചിലർക്ക് മെഡിസിൻസ് കഴിക്കേണ്ടതായിട്ട് വരും, ചിലർക്ക് ചില തെറാപ്പികളും ആക്ടിവിറ്റിയും മതിയാകുമായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ആളുകളുടെ മെന്റൽ ഇൽനെസ്, ആ ഒരു അസുഖത്തെ മാറ്റിയെടുക്കുന്നത്. ശരീരത്തിന് മുറിവ് പറ്റിയാൽ ഡെഫിനറ്റ്ലി നമ്മൾ അവിടെ മരുന്ന് വെക്കുന്നു, അത് ഉണക്കുന്നു, അല്ലെ? അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ മെഡിസിൻ എടുക്കുന്നു, ട്രീറ്റ് ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്യുന്നു, അഡ്മിറ്റ് ആവണമെങ്കിൽ അഡ്മിറ്റ് ആകുന്നു, അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യും. സമീഷ, ഓക്കെ. വെരി ഗുഡ്. അപ്പൊ ചിലപ്പോ ചിലർക്ക് എന്റെ മോൻ അതേ അവസ്ഥയിലൂടെ കടന്നു പോയുണ്ട് മാഡം. എന്നിട്ടോ എന്റെ മോന് മാഡം പറഞ്ഞ പോലെ അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നായിരുന്നു. പക്ഷെ ഇപ്പൊ എന്നെ കാണിച്ചിട്ടായി. സ്കൂളിൽ നിന്ന് വന്നതാണിത് പ്രശ്നം. മൊത്തം സ്കൂളിൽ നിന്ന് തന്നെയല്ലേ വരുന്നത്. അതെ. അതാണ് നമ്മള്, കാരണം കുട്ടികളെ ഇപ്പൊ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട് അവനെ. മോന് എത്ര വയസ്സായി? മോന് 14 വയസ്സ്. എന്റെ മോന്റെ ഒരു പ്രായം. ഓക്കെ. അപ്പൊ അതൊരു ഭയങ്കര പ്രശ്നം. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ മോന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ മോന്റെ ഒരു കാര്യം ഓർത്തത്. അവൻ 3rd സ്റ്റാൻഡേർഡിലോ മറ്റോ പഠിക്കുമ്പോഴാണ് തോന്നുന്നു, എല്ലാ വർഷവും ഇവരെ ടൂർ കൊണ്ടുപോകുമല്ലോ. അപ്പൊ ഇവര് ടൂർ പോയതാ. എവിടെയോ ടൂർ പോയ സ്ഥലത്ത് പൂൾ ഉണ്ടായിരുന്നു. അപ്പൊ പൂളിൽ ഇറങ്ങാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അതിന് വേണ്ടി സെപ്പറേറ്റ് ഡ്രസ്സൊക്കെ കൊണ്ടുപോയിരുന്നു. അപ്പൊ പോയി ഡ്രസ്സൊക്കെ ചെയ്ത് വന്ന് പൂളിലേക്ക് ഇറങ്ങാൻ റെഡിയായി നിന്ന സമയത്ത് കൂടെ പഠിക്കുന്ന ഒരു പയ്യൻ വന്ന് തള്ളി. അപ്പൊ അങ്ങനെ ഈ കുട്ടി വെള്ളത്തിലേക്ക് വീണു. അതിനുശേഷം സ്കൂളിൽ നിന്ന് ട്രിപ്പ് വെച്ചാൽ പോവുകയില്ല. അത് അന്നത്തെ ദിവസം വന്ന് പറഞ്ഞില്ല കേട്ടോ. ഇതൊക്കെ ആക്ച്വലി അവൻ തന്നെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെ ഇങ്ങനെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടോ, അത്രേ പറഞ്ഞുള്ളൂ. അയ്യോ, എന്നിട്ട് നീ പേടിച്ചു പോയോ, വെള്ളം മുക്കിപ്പോയോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പൊ ഇല്ല കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ. പക്ഷെ നെക്സ്റ്റ് അക്കാദമിക് ഇയറിൽ ഇതുപോലെ തന്നെ ട്രിപ്പ് വന്നപ്പോ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ മോനെ എന്താ പോകാത്തെ? കാരണം ഫ്രണ്ട്സുമായിട്ട് പോകാൻ കിട്ടുന്ന ഒരു സന്ദർഭമല്ലേ, സ്കൂൾ കാലഘട്ടത്തിൽ ഇതൊക്കെ നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡും മോളും ഇവിടെ ഇരുന്ന് അവനെ നിർബന്ധിക്കുക. അപ്പൊ ഞാൻ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവന്റെ ഫേസ് ഒക്കെ ഇങ്ങനെ മാറുവാണ്. അത് ഞാനിങ്ങനെ ഞങ്ങളെ മാത്രമായ ഒരു സ്പേസിൽ വന്നപ്പോഴേക്കും ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ അവൻ എന്നോട് പറഞ്ഞു, എന്നെ ഇങ്ങനെ തള്ളിയിട്ടു, അന്ന് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി, അതുകൊണ്ടാണ് ഞാൻ പോവാത്തെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നിർബന്ധിക്കാറില്ല, പോവാൻ ഇഷ്ടമാണെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ഇപ്പൊ കുട്ടികൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മതി ഇവര് പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോവാനായിട്ട്. ഇതാണ് മെന്റൽ ഹൈജീന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ പറയുമായിരുന്നു. മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, നമ്മള് ശരീരത്തിന് അണുക്കൾ വന്ന് ആക്രമിക്കുന്നത് പ്രിവെന്റ് ചെയ്യുന്ന പോലെ തന്നെ മെന്റൽ ഇൽനെസ് വരുന്നത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയും വേണം. അതുപോലെ തന്നെ അതിന്റെ ഒരു ട്രീറ്റ്മെന്റും. നമുക്കറിയാം നമ്മുടെ നാട്ടിലിപ്പോ ഫ്ലഡ് വന്നു, ഇപ്പം വയനാട്ടില് ഇഷ്യൂസ് ഉണ്ടായി. അവിടെ ആളുകൾക്ക് എന്താ പറയാ, മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇവരുടെ മാനസിക ബുദ്ധിമുട്ടുകൾ അത് കേൾക്കാൻ, അതായത് ചെന്ന് ഉപദേശിക്കുക എന്നുള്ളതല്ല ശരിക്കും ഇതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അവർക്ക് ചിലപ്പോൾ പലതും പറയാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ്ടാവും. അത് ആരോടെങ്കിലും ഓപ്പൺ അപ്പ് ആകാൻ പറ്റുന്ന രീതിയിൽ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടന്റ് തന്നെയാണ്. പിന്നെയാണ് നമ്മൾ പതുക്കെ അവർക്ക് അവൈലബിൾ ആയ റിസോഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നത്.
അതായത് എവിടെ നിന്നൊക്കെ സപ്പോർട്ട് കിട്ടാം, ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് കിട്ടാം, പിന്നെ അവർക്ക് നഷ്ടപ്പെട്ട സാധനങ്ങൾ എങ്ങനെ വീണ്ടെടുക്കാൻ പറ്റും. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പോവും, വെള്ളത്തിലൊക്കെ പോയത് പിള്ളേർക്ക് ഭയങ്കര സങ്കടവും വിഷമം ഉണ്ടാവും, അതൊക്കെ ഇനി റീടൈൻ ചെയ്തെടുക്കുന്ന കാര്യത്തെ കുറിച്ച് ആലോചിച്ച് അപ്പൊ അങ്ങനെയുള്ള ഏരിയയിലേക്കൊക്കെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ പതുക്കെ പതുക്കെ അവരെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ സാധിക്കും. അങ്ങനെ ഒരു ശരിക്കും ഒരു വെൽ ബാലൻസ്ഡ് നമ്മുടെ പേഴ്സണാലിറ്റിയെ നല്ല രീതിയിൽ ഒന്ന് ഫോം ചെയ്യിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യം. മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പേഴ്സണൽ ഹൈജീൻ നമ്മുടെ ലൈഫ് സ്റ്റൈലായി മാറുന്നു, നമ്മളുടെ പേഴ്സണാലിറ്റി ആയി മാറുന്നു, നമ്മുടെ ലൈഫിന്റെ ഹാബിറ്റ്സ് ആയി മാറുന്നു. ആ രീതിയിലൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ മെന്റൽ ഹൈജീനും നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ്. ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട്. ഇൻടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൂർണ്ണമായും നമ്മളുടെ അറ്റ്മോസ്ഫിയറുമായിട്ട്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. ചില ആളുകൾ പെട്ടെന്ന് അഡ്ജസ്റ്റഡ് ആകും. അതിന് പെട്ടെന്ന് ഒരു നല്ലൊരു ആപ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ അഡാപ്റ്റേഷൻ എന്നാണ്. പൊരുത്തപ്പെടുക എന്ന് നമ്മൾ പറയില്ലേ മലയാളത്തില്. ശരിക്കും മറിയ മോണ്ടിസോറി കണ്ടുപിടിച്ചെന്നല്ല, അവര് പ്രത്യേകം എടുത്ത് പറഞ്ഞ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ മനുഷ്യരുടെ ടെൻഡൻസികളിൽ ഒന്നാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. മറിയ മോണ്ടിസോറി ഒരു ഒബ്സർവേഷൻ നടത്തി. അവര് പറഞ്ഞത് കുട്ടികൾ പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യും, അഡൾട്ട് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു അഡ്ജസ്റ്റ് എന്നായിരുന്നു. സംഭവമൊക്കെയാണ്. കുട്ടികള് ചുറ്റുപാടുമായി അഡാപ്റ്റഡ് ആകുന്നു പെട്ടെന്ന് തന്നെ, ബട്ട് അഡൾട്ട്സ് അവർക്ക് അഡാപ്റ്റ് ചെയ്യാന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു കാര്യമുണ്ട്. ടെൻഡൻസീസ് ഓഫ് മാൻ, ഹ്യൂമൻ ബീയിങ്ങിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള വാക്കിനേക്കാൾ കൂടുതൽ ഞാൻ കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ലൈക്ക്, ഇഷ്ടത്തോടെ അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ ഇത് എക്സാമിന് ഓപ്ഷൻ കൊടുത്തിരുന്നു. നിങ്ങൾക്ക് MCQ ആണെന്ന് പറഞ്ഞു അല്ലെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ മിക്കവാറും 4 ഓപ്ഷൻസ്, ചില സർട്ടൻ കേസസിൽ 5 ഓപ്ഷൻസും കാണുമായിരിക്കും. അപ്പൊ ഈ ഓപ്ഷൻസ് തെറ്റാണെന്നല്ല, നമ്മളിപ്പോ ഒരു ആൻസർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓപ്ഷൻ തെറ്റാണെന്നല്ല അതിന്റെ മീനിങ്. ഏറ്റവും ശരിയായത് എടുത്തെഴുതുക. അതാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന്റെ ആൻസറുകളുടെ ഒരു പ്രത്യേകത. ചിലപ്പോ എല്ലാം ശരിയാവുമായിരിക്കും, പക്ഷെ അതിൽ ഏറ്റവും ശരി ആപ്റ്റ് ആയിട്ടുള്ളത് എടുത്തെഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ കുട്ടികൾക്ക് ഈ ടെൻഡൻസീസ് ഓഫ് ഹ്യൂമൻ ബീയിങ് ഉള്ള അല്ലെങ്കിൽ ടെൻഡൻസീസ് ഓഫ് മാൻ എന്നൊരു ചാപ്റ്റർ നിൽപ്പുണ്ട്. ഇപ്പോഴല്ല, പാർട്ട് 3 ഒക്കെ ആവുമ്പോഴാണ്. അപ്പൊ അതില് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടേം ഉണ്ട്, അഡാപ്റ്റേഷൻ. അപ്പം അഡാപ്റ്റേഷൻ മീൻസ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ കൊടുത്തത്, അതായത് കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ഡിസ്ലൈക്ക്, ഇഷ്ടമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്യുക, അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ലൈക്ക് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ശരിക്കും അതാണ് നമ്മൾ പൊരുത്തപ്പെടുന്നു അല്ലെ. നമ്മൾ പറയുള്ളൂ ഹസ്ബൻഡ് ആൻഡ് വൈഫ് കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെ എന്തോ സെന്റൻസ് പറയില്ലേ, പൊരുത്തപ്പെട്ട് ജീവിക്കാന്നു, അങ്ങനെ എന്തോ പറയില്ലേ. അത് ഇഷ്ടത്തോടുകൂടി പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നതിനെയാണ് ശരിക്കും ആ ഒരു വാക്ക് യൂസ് ചെയ്യുന്നത്, പൊരുത്തപ്പെടുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. അതിനെ വളച്ചൊടിച്ചാണ് ഒരാൾ പറയുന്നത് കേട്ട ഒരു സ്ലേവറി, ഒരു അടിമത്വമല്ല ശരിക്കും ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇഷ്ടത്തോടുകൂടി നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടും. വേനൽക്കാലമായി വെള്ളം കുറഞ്ഞു, സോ നമ്മൾ എന്താ ആ സിറ്റുവേഷനെ അങ്ങ് അഡാപ്റ്റ് ചെയ്യുന്നു. വെള്ളം കുറവാണ്, സോ നമ്മൾ യൂസ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യും. പാത്രം കഴുകുമ്പോൾ ശ്രദ്ധിക്കണം, ചെടി നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാറ് കഴുകാതെ തുടച്ചെടുക്കുക. ചിലരിങ്ങനെ ഓസിലിങ്ങനെ വമ്പ് ചെയ്ത് അങ്ങനെ കാറ് കഴുകണം, അല്ലെങ്കിൽ അതൊരു വെള്ളം പോകുന്ന ഒരു വഴി നേരെ ചെടികളുടെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ ഈ കഴുകുന്ന വെള്ളം അങ്ങോട്ട് പൊക്കോളും. അങ്ങനെ നമ്മൾ പല രീതിയിലും ആ സാഹചര്യവുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുന്നുണ്ടല്ലോ. സോ അഡാപ്റ്റേഷൻ മീൻസ് അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ലൈക്ക്. ഇവിടെ അത് തന്നെയാണ്, അഡ്ജസ്റ്റ്മെന്റ് ടു ഹിസ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ അക്കോർഡിംഗ് ടു ക്രൂ ആൻഡ് ക്രൂ എന്ന് പറയുന്നുണ്ട്. ക്രൂ ആൻഡ് ക്രൂ എന്ന് പറയുന്നത് 2 ഓതേഴ്സ് ആണ്. എഡ്യൂക്കേഷണൽ സൈക്കോളജിയെ കുറിച്ച് കൂടുതൽ ബുക്കുകൾ എഴുതിയിട്ടുള്ളവരാണ് ഇവര് 2 പേരും. സൈക്കോളജി എന്നുള്ള ഫീൽഡിലുള്ള 2 ഓതേഴ്സ് ആണ് ഈ
ക്രൂ ആൻഡ് ക്രൂ എന്ന് പറയുന്നവരുടെ ശരിക്കുള്ള പേരുകൾ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും. ലെസ്റ്റർ ഡി ക്രൂ, ആലീസ് വി ക്രൂ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നൊന്നും എനിക്കറിയില്ല. എനിവേ അവരുടെ സർനെയിം ഒന്ന് തന്നെയാണ് ക്രൂ. ലെസ്റ്റർ ടി ക്രൂ, ആലീസ് വി ക്രൂ. ഇവര് പറഞ്ഞു, ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുകയാണ്. മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത് സയൻസ് ആണ് that deals with human welfare, ആളുകളുടെ സന്തോഷം, സമാധാനം. ആൻഡ് പെർവേഡ്സ് എന്ന് സ്പ്രെഡ് ചെയ്തിരിക്കുന്നു, ഇങ്ങനെ പരന്നു കിടക്കുന്നു. ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഒരു ഡെഫിനിഷൻ മെന്റൽ ഹൈജീൻ പറയുവാണെങ്കിൽ ഇതാണ്. ഹ്യൂമൻ വെൽഫെയറിനെ ഡീൽ ചെയ്യുന്നു. ഇറ്റ്സ് എ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ വെൽഫെയർ ആൻഡ് ഇറ്റ് സ്പ്രെഡ്സ് ഓൾ ഫീൽഡ്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഹ്യൂമൻ റിലേഷൻ, പലതരം റിലേഷൻഷിപ്പ് ഉണ്ടാകും മനുഷ്യർ തമ്മിൽ. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പാരന്റ്സും കുട്ടികളും, ബ്രദറും സിസ്റ്ററും, സിസ്റ്ററും അല്ലെ, സഹോദരികൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, പിന്നെ കുട്ടികള്, കസിൻസ് തമ്മിൽ, ബാക്കി റിലേറ്റീവ്സ്, അങ്കിൾ, പിന്നെ ടീച്ചർമാരുമായിട്ടുള്ള റിലേഷൻ, ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻ, അങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള റിലേഷൻഷിപ്പ് അത് എല്ലാമായിട്ട് കണക്ട് ചെയ്യുന്ന ഒന്നാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ മെന്റൽ ഹൈജീൻ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് എന്നുള്ളത്. നമ്മളത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇൻട്രൊഡക്ഷൻ ആണ്. സോ നമ്മൾക്ക് വരുന്ന സ്ട്രെസ് അതെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അതാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. മെന്റൽ ഹെൽത്ത് നല്ല മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു വ്യക്തിക്ക് അയാളുടെ സ്ട്രെസ്സസ് മാനേജ് ചെയ്യാൻ പറ്റും. മെന്റൽ ഹെൽത്ത് വളരെ ലോ ആണെങ്കിൽ സ്ട്രെസ് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡൗൺ ആകും. ഹെൽത്തി ചോയ്സസ് എടുക്കാനായിട്ട് പറ്റും നല്ലൊരു മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു വ്യക്തിക്ക്. ലൈഫിന്റെ ഏതൊരു സ്റ്റേജിലും മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കൊച്ചുകുട്ടി തുടങ്ങി പ്രായമായ ആൾക്കാർ വരെയും ഏത് ഏജിലുള്ളവരുടെയും മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. ഫ്രം ചൈൽഡ്ഹുഡിലാണെങ്കിലും അഡോളസൻസിലാണെങ്കിലും കൗമാരപ്രായത്തിലാണെങ്കിലും യൗവന കാലഘട്ടം, അഡൾട്ട്ഹുഡ് ആ സമയത്താണെങ്കിലും, മിഡിൽ ഏജ്ഡ് ആയാലും ഓൾഡ് ഏജ് ആയാലും ഏതൊരു പ്രായത്തിലും മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ്. ബോഡിയും മൈൻഡും സെപ്പറേറ്റ് അല്ല, അത് യൂണിസൺ, ഒറ്റ ഇതാണ്, ഒറ്റൊരു യൂണിറ്റ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതിന് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോൾ തലവേദന വരില്ലേ, നമ്മുടെ ബോഡിയിൽ അതിന്റെ റിഫ്ലക്ഷനാ അല്ലെ. ടെൻഷൻ ശരിക്കും മനസ്സിനാണ്, പക്ഷെ അതിന്റെ റിഫ്ലക്ഷൻ എവിടെയാ വന്നേ? ഹെഡേക്ക് ആയിട്ട് വന്നു, ക്ഷീണം വന്നു. കുട്ടികൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ വോമിറ്റിംഗ്, ലൂസ് മോഷൻ അല്ലെ, പരീക്ഷ പേടി വരുമ്പോഴേക്കും വരുന്ന പ്രശ്നങ്ങളാ. അപ്പൊ ബോഡിയും മൈൻഡും ഒന്നാണ്. നമ്മളുടെ മനസ്സിനൊരു അസ്വസ്ഥത വന്നാൽ അതിന്റെ ആക്ഷൻസ്, റിഫ്ലക്ഷൻസ് ബോഡി കാണിക്കും. മിസ് പറഞ്ഞില്ലേ കുട്ടികളിലെ ഏത് സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു പറഞ്ഞില്ലേ, അഡൽസിന് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ കുറച്ച്. അപ്പൊ ഈ കൊച്ചു വലുതായി കഴിയുമ്പോ ആ സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യോ? അതിനാണ് നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യിക്കുവാണ്. ഈ കുട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായാലും കുട്ടി വളരുന്ന സാഹചര്യം അതിന് പറ്റുന്ന, അല്ലെങ്കിൽ കുട്ടിക്ക് ഇപ്പൊ പറഞ്ഞില്ലേ, കുട്ടിക്ക് വേണ്ട ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, നമ്മള് വീട്ടില് സ്പെഷ്യൽ ആയിട്ടൊരു ഡിഷ് ഉണ്ടാക്കി, എല്ലാവർക്കും വിളമ്പി, കുഞ്ഞിനത് ഭയങ്കര ഇഷ്ടമായി, വീണ്ടും ചോദിച്ചു, അവൻ ആവശ്യത്തിൽ കൂടുതൽ കൊടുത്തു, പക്ഷെ വീണ്ടും ചോദിച്ചപ്പോ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതും കൂടെ എടുത്ത് അവന് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ അടുത്ത തവണ ഉണ്ടാക്കുമ്പോ തരാം. കാരണം എല്ലാവരും ഷെയർ ചെയ്യണം എന്നുള്ളൊരു ചിന്ത അപ്പൊ കുട്ടിക്ക് വന്നു. മറ്റേത് ഇവനെന്താ, എനിക്ക് എന്തായാലും കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നു. കാരണം കുട്ടി ഓൾറെഡി അഡാപ്റ്റേഷന് തയ്യാറായിരിക്കുക, പക്ഷെ കുട്ടി വളരുന്ന സാഹചര്യം അതിന് ആ രീതിയിൽ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ലെങ്കിൽ അപ്പൊ അവൻ അവിടെ ഒരു സെൽഫിഷ് മൈൻഡ് ആവുകയാണ്. എനിക്കെല്ലാം കിട്ടും, ആർക്കും കിട്ടിയില്ലെങ്കിലേ. അപ്പൊ അത് നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ നമ്മള് ലൈഫ് സ്കിൽസ് അവൻ ആദ്യം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ അഡൾട്ട് ആവുമ്പോഴും അത് ശരിയാകും. ഓരോ സ്റ്റേജിലും നമ്മള് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കണം അല്ലെ. നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ഈ ഡിഷിന്റെ കാര്യം പറഞ്ഞത്, കാരണം അത് എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ അങ്ങനെയാ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ വെക്കേഷനൊക്കെ വരുമ്പോ ഇവരുടെ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്ത് പോകുമ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ പ്ലേറ്റിലും കൂടി ഇരിക്കുന്നത് കൊടുക്കും. അതിന് അല്പം കൊടുത്തോളൂ, കുഴപ്പമില്ല. പക്ഷെ മുഴുവൻ എനിക്ക് വേണം, മുഴുവനും കൊടുക്കുമ്പോൾ ഞാൻ പറയും അങ്ങനെ ചെയ്യരുത്. നമുക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട്, നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞു, നമ്മളും കുറച്ച് കഴിക്കണം, കുറച്ചവർക്ക് കൊടുക്കുക. ഇല്ലെങ്കിൽ പറയാം അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കഴിക്കാന്ന് പറയും. അവരത് ഓക്കെയാണ്. പക്ഷെ നമ്മൾ ആദ്യം ഇങ്ങനെ പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവർക്ക് ആ ഒരു ചിന്തയാ, ചെറിയ കുട്ടികളല്ലേ, എനിക്ക് എപ്പോഴും കിട്ടും,
എനിക്ക് എപ്പോഴും കിട്ടും, എന്തൊക്കെയായാലും എനിക്ക് കിട്ടും എന്നുള്ള ആ ഒരു ഫീൽ അവരിൽ വരും. സോ ലൈഫ് സ്കിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികൾക്ക് ഒരു അവർക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഓരോ ഏജിലും. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലൈഫ് സ്കിൽസ്, ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും ഒരാൾക്കൊരു കാര്യം ഷെയർ ചെയ്യുമ്പോഴാണെങ്കിലും വേറൊരാളുടെ ഫീലിങ്സ് മനസ്സിലാക്കാനും ഒക്കെ അവർക്ക് ചെറുപ്പം തുടങ്ങിയേ പറ്റുവാണെങ്കിൽ അത് അഡൽട്ട് ആവുമ്പോഴും അവരിൽ ആ ഒരു, നമ്മൾ പറഞ്ഞില്ലേ ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയുന്ന പോലെ, അഡൽട്ട് ആവുമ്പോഴും ഇത് അവരുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് അങ്ങ് മാറുക. അതിനോട്ടുണ്ടോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമ്മളുടെ ലൈഫിലും നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകളുടെ ലൈഫിലും നമുക്ക് ഒത്തിരി ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അതാ ഞാനിങ്ങനെ പതുക്കെ എടുക്കുന്നത്. സൈൻ ഔട്ട് ആരുമില്ല? Sign out പറയാം മാം. Today I got an opportunity to say sign out. First of all, I would like to say thanks as we come to the end of today's class session. I would like to thank you for your guidance and support throughout the lesson. Your explanation and examples helped us understand. We discussed personal hygiene, including mental health and hygiene, including personality development, surrounding adaptation and importance of life skill. Before as we go, I would like to remind everyone to review their notes. Think about how they can apply what we learned today to our lives. Let's all try to care of ourselves both physically and mentally. Thank you again, ma'am, for a great class session. We are looking forward to the next one. Okay, all friends, let's hope for the best. Sign off by Sajana and Thank you, ma'am. Hey, thank you. Have a wonderful day. Thank you, Miss. Thank you, ma'am. അതുപോലെ വെള്ളം കുടിക്കുക. നോമ്പാണ്, ആണ്, വെയിലത്ത് ഇറങ്ങുന്നത് ഭയങ്കര ക്ഷീണായിരിക്കും. Thank you, ma'am. Okay. Thank you, ma'am. 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 Thank you, ma'am.